വിളക്കുകൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. മത്തായി 5:15. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലെ ഒരു കൊച്ചു രാജ്യമാണ് നേപ്പാൾ. മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളാലും സമതലങ്ങളിലെ വിശാലമായ നെൽപ്പാടങ്ങളാലും മലഞ്ചെരുവുകളെ തൊട്ടുതലോടി കടന്നുപോകുന്ന ഇളം കാറ്റിനാലും നേപ്പാളിലെ ഭൂപ്രകൃതി ഏതൊരു ടൂറിസ്റ്റിനെയും മനം കുളിർപ്പിക്കുന്ന ഒന്നാണ്. അതിനാൽ തന്നെ നേപ്പാളിന് വിദേശ നാണ്യം നേടിത്തരുന്നതിൽ ടൂറിസത്തിന് വലുതായ ഒരു പങ്കുവഹിക്കാൻ കഴിയുന്നുണ്ട്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച വലിയ പ്രതിസന്ധി ടൂറിസം മേഖലയെ വല്ലാതെ ഉലച്ചപ്പോൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനങ്ങളും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി വീണു. നേപ്പാളിലെ മലഞ്ചെരുവുകളിലെ ആദിവാസി ഗോത്രങ്ങളെ ഈ പ്രതിസന്ധി വല്ലാതെ ബാധിച്ചു. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞിരുന്ന ചപ്പാങ്, തമാങ് പോലുള്ള ആദിവാസി ഗോത്രങ്ങളിലേക്ക് സഹായത്തിൻ്റെ ആദ്യ കരം നീട്ടിയത് CST വൈദികരാണ്. ആ വൈദികരോടൊപ്പമാണ് ഷാലോം ടെലിവിഷന്റെ ദി ഹാർവസ്റ്റ് നേപ്പാൾ മിഷൻ ആരംഭിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് 2 പ്രത്യേകതകളുണ്ട്. ഇന്ന് മിഷൻ സൺഡേ ആണ്. അതേപോലെ ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുവാനും ഈ പറയുന്ന വില്ലേജിലേക്ക് പോകാനും ഈ വില്ലേജിലെ സ്ഥിതിയും മനസ്സിലാക്കാനും അവരോട് സംസാരിക്കാനും ഇടപഴകാനും നമ്മുടെ ബഹുമാനപ്പെട്ട മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പിതാവും കൂടെ നമ്മുടെ കൂടെയുണ്ട്. പിതാവിൻ്റെ സാന്നിധ്യം ഒത്തിരിയേറെ ഉത്തേജകം പകരുന്ന സാന്നിധ്യം തന്നെയാണ്. ഇന്നത്തെ ദിവസം പിതാവ് ഇവിടെ ആയിരിക്കുന്നത് ഞങ്ങൾ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. ഇടയൻ്റെ സാന്നിധ്യം നൽകുന്ന പ്രചോദനം എത്രമാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 120 കുടുംബങ്ങളിലേക്കാണ് അരിയും ഭക്ഷ്യവിതരണ കിറ്റുമായിട്ട് പോകുന്നത്. ഈ ഓരോ കുടുംബങ്ങൾക്കും ഒരു കുടുംബത്തിന് 30 കിലോ അരിയും 2 കിലോ ദാലുമാണ് കൊടുക്കുന്നത്. ഈ വീടുകളിലേക്ക് പോകുമ്പോൾ ഇവരുടെ സ്ഥിതി കാണാൻ നമുക്ക് മനസ്സിലാകും. ഇവരെല്ലാവരും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. ഒരു വീട്ടിൽ തന്നെ 5ഉം 6ഉം കുടുംബാംഗങ്ങൾ തന്നെയുണ്ട്. നമ്മുടെ ഈ 30 കിലോ അരി ഒരു മാസത്തേക്ക് പോലും തികയില്ല എന്നാൽ തന്നെയും നമ്മൾ കൊടുക്കുന്ന ഈ സാന്ത്വനത്തിൻ്റെ സ്പർശം ഇവരുടെ ജീവിതത്തെ ഒത്തിരിയേറെ സംരക്ഷിക്കുന്നുണ്ട്, ഒത്തിരിയേറെ ഇവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഈ അരി വിതരണം ചെയ്യുന്ന വില്ലേജിലെ വ്യക്തികളുടെയും അവരുടെ ജീവിത അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരി കൊടുത്തുകൊണ്ട് മാത്രം ആവുന്നില്ല. അതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം മാത്രമാണ് ഇത് പകർന്നത് എങ്കിൽ തന്നെയും കൂടുതൽ ഊഷ്മളമായ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇവരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇനി അരി വിതരണമാണ്. പരിവാർകോട്ടിലെ ഗ്രാമീണർ വരിവരിയായി വന്ന് അരിയും പരിപ്പും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പാവങ്ങളോട് പക്ഷം ചേർന്ന് നിൽക്കണമെന്ന ക്രിസ്തുവിന്റെ സുവിശേഷം ഇവിടെ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് CST സഭയിലെ ഏതാനും വൈദികർ. അവരാലാകും വിധം അവർ പാവങ്ങളോട് പക്ഷം ചേരുന്ന കാഴ്ച എത്രയോ മനോഹരമാണ്.
ഇവിടെ തിക്കും തിരക്കും കൂട്ടാതെ നിഷ്കളങ്കരായ ഗ്രാമീണർ അവരുടെ പേര് വിളിക്കുന്ന ക്രമത്തിൽ വന്ന് അരി വാങ്ങിപ്പോകുന്നു. ആഗോള മിഷൻ ഞായറാഴ്ചയോട് ചേർന്ന് നേപ്പാളിലെ CST സന്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ മിഷൻ പ്രവർത്തനത്തിൽ പങ്കുചേരാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. മിഷൻ സന്ദർശിക്കുക എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ നേപ്പാളിലേക്ക് വന്നത്. ഇവിടെ CST ചെറുപുഷ്പ മിഷൻ സംഘടനയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആധ്യാത്മികതയെ ശക്തിപ്പെടുന്ന CST സന്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് നേപ്പാളിലെ ഈ ഹിമാലയത്തോട് ചേർന്ന് മലയുടെ മുകളിൽ വലിയ പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മലയുടെ മുകളിൽ ഒരു 1500-2000 അടി മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങോട്ട് കടന്നു വരുന്നതിന് വേണ്ടി യാത്രാ സൗകര്യം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അതെല്ലാം താണ്ടി ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ കാണുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട്. അവര് ഇവിടെ ഒരു 3-4 മണിക്കൂറായിട്ട് കാത്തു നിൽക്കുകയാണ്. ഈ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഈ സന്യാസ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ അവർക്ക് അരിയും മറ്റു സാധനങ്ങളും വിതരണം ചെയ്യുകയാണ് അത് വാങ്ങുന്നതിന് വേണ്ടി. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 9 കിലോമീറ്റർ അകലെ നിന്നാണ് അവർ ഇത് വാങ്ങാൻ ഇവിടെ വന്നത്. അപ്പോൾ എത്രയോ വലിയ ഒരു മിഷൻ പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ വരുന്ന ഈ സന്യാസ സമൂഹം ഏറ്റെടുത്ത് നടത്തുന്നത് എന്ന് ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മെ എല്ലാവരെയും പ്രതിനിധാനം ചെയ്യുകയാണ് ഈ സന്യാസ സമൂഹം. ഭാഷ അറിഞ്ഞുകൂടാ, സംസ്കാരം അറിഞ്ഞുകൂടാ, ആളുകളെ അറിഞ്ഞുകൂടാ. എങ്കിലും ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ അവരോട് പങ്കുവെക്കുക. ആ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ഈശോ പറഞ്ഞു വിടുകയാണ് ഈ സന്യാസ സമൂഹത്തിൽ ആരും അറിയാത്ത, ഒരു പരിചയമില്ലാത്ത ഈ സ്ഥലത്തേക്ക് ധീരതയോടുകൂടി അവർ കടന്നു വന്ന് സുവിശേഷം പ്രസംഗിക്കുകയാണ്. അവരുടെ സാക്ഷ്യത്തിലൂടെ, സഹായം വിതരണം ചെയ്യുന്നതിലൂടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയൊരു ദൗത്യമാണ് ഉള്ളത്. ഈ സന്യാസ സമൂഹത്തോടൊപ്പം ചേർന്നിട്ട് ഇവർ പ്രവർത്തിക്കുമ്പോൾ ഓർക്കുക, അങ്ങ് ദൂരെ യേശുവിനെ അറിയാത്തൊരു സമൂഹം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഇത് കുറച്ച് വൈദികരുടെ മാത്രം ദൗത്യമല്ല, ഓരോ വിശ്വാസിയുടെയും വലിയൊരു ദൗത്യമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് സുവിശേഷം പ്രഘോഷിക്കുക? ഈ ദൂരപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ അവർക്കായിട്ട് സമർപ്പിക്കാം. ദൂരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നമ്മൾക്ക് ഒരു ദശാംശത്തിൽ നിന്ന് ഒരു ഭാഗം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് നൽകാൻ സാധിക്കുമല്ലോ. അതോടൊപ്പം തന്നെ നമുക്ക് ഓർക്കാം, നമുക്ക് കുഞ്ഞുങ്ങള് നമുക്ക് മക്കളെ ഒരാളെയെങ്കിലും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ദൂരെ പറഞ്ഞയക്കാൻ സാധിച്ചാൽ അതെത്രയോ ഭാഗ്യമായിരിക്കാം. അരി വിതരണം തീരുന്നതിനു മുമ്പേ പിതാവ് ഗ്രാമീണ ജീവിതം കണ്ട് മനസ്സിലാക്കുന്നതിനായി ഗ്രാമങ്ങളിലേക്ക് നടന്നു. ഒടുവിൽ ഒരു വീട് കാണുന്നതിനായി കുത്തനെയുള്ള മലമുകളിലേക്ക് പിതാവ് നടന്നു കയറി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. താഴെ ഇറങ്ങി നോക്കുമ്പോൾ അതാ വീട്ടുകാർ താഴെയുള്ള വയലിൽ നിൽക്കുന്നു. അവരുടെ വീട്ടിലേക്ക് വീണ്ടും പിതാവിനെ ക്ഷണിച്ചെങ്കിലും വീണ്ടും ആ കയറ്റം കയറേണ്ട എന്ന് മറ്റുള്ള വൈദികർ പിതാവിനോട് പറഞ്ഞു. തിരികെ നടക്കുന്ന വഴിയിൽ വരുന്ന ഗ്രാമീണരോട് പിതാവ് സൗഹൃദം പങ്കുവച്ചു.
തൊട്ടടുത്ത് കണ്ട മറ്റൊരു വീട്ടിലേക്ക് റോബിൻ അച്ഛൻ പിതാവിനെ ക്ഷണിച്ചു. വീടിന്റെ ഒരു സ്റ്റൈല് പിള്ളേര് കിടന്ന് ഉറങ്ങുക. 2 പിള്ളേരാ ഉള്ള ഇവിടെ. ഇതിന്റെ ഇതുണ്ടോ ഇതിന്റെ മുകളിൽ തൊട്ടുണ്ട്. നേപ്പാളിലെ CST സഭയുടെ മിഷൻ ഡയറക്ടറായ റോബിൻ അച്ഛൻ ഗ്രാമീണ ജീവിതവും അവരുടെ ഭക്ഷ്യധാന്യങ്ങളും പിതാവിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതിനകത്തുണ്ട് ഈ മക്കയുണ്ട്. ഈ മക്കയൊക്കെ ഇവര് മക്കൈ തന്നെ മറ്റേ ഇതില്ലേ മീസ്, മീസ് അത് സൂക്ഷിച്ചു. എന്നിട്ട് അത് ഈ പൈസ ചപ്പാങ് ഗോത്രത്തിലെ സാമാന്യം തരക്കേടില്ലാത്ത ഒരു ഭവനത്തിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഇടയ്ക്ക് ബിബിനച്ചൻ കയറി വന്ന് മഞ്ഞുകാലങ്ങളിൽ അവർ തീ കൂട്ടി അതിനു ചുറ്റും കിടക്കുന്ന കാര്യം പിതാവിന് കാണിച്ചു കൊടുത്തു. അത്യാവശ്യം എന്താ പറയുക ഡെവലപ്ഡായിട്ടൊരു വീടാണ്. I live in Nepal only, but I study in India. In India? Where? In Dehradun. In Dehradun you study? ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നേപ്പാളിലെ മുൻ MP ഗോവിന്ദ ചപ്പാങ് സർക്കാർ മേഖലയിൽ നടക്കുന്ന കുടിവെള്ള വിതരണത്തെക്കുറിച്ച് പിതാവിനെ മനസ്സിലാക്കി കൊടുത്തു. സമയം സന്ധ്യയായി. മലമുകളിൽ നിന്ന് പിരിയാൻ നേരമായി. ഞങ്ങൾ വീണ്ടും മലയിറക്കം ആരംഭിച്ചു. ഞങ്ങളുടെ വാഹനം പതിയെ പതിയെ സമതല പ്രദേശങ്ങൾ തേടി യാത്ര ആരംഭിച്ചു. കടുപ്പത്തിൽ ഒരു ചായ കഴിച്ച് ക്ഷീണമകറ്റാമെന്ന് കരുതി തൊട്ടടുത്ത് കണ്ട ഒരു ചായക്കടയിൽ ഞങ്ങൾ കയറി. ഇവർക്കുണ്ടല്ലോ ഈ നേപ്പാളി കൾച്ചർ അനുസരിച്ച് നമുക്ക് ഭക്ഷണം തരുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. ആണോ അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഭക്ഷണം മേടിച്ച് രണ്ടാമത്തെ പ്രാവശ്യം മേടിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ശരി, ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എപ്പോഴും അവർക്കൊരു ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക, ഒരു അതിഥി ദേവ പോകാന്നല്ലേ, അതിവരുടെ ഒരു ഭയങ്കര ഇതാണ്. ഇപ്പം നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏത് വില്ലേജിൽ നിന്ന് കഴിഞ്ഞാലും നമുക്കവിടെ രാത്രി കഴിഞ്ഞാൽ കിടക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൗസ് അറേഞ്ച് ചെയ്ത് തരും. ആണോ? ഈ നമ്മുടെ ഈ കേരളത്തിലെ പോലെ അൺനോൺ ആയിട്ടുള്ള ആൾക്കാരെ സ്വീകരിക്കുകയല്ല, അവരോട് സംസാരിക്കുകയല്ല. ഇപ്പോൾ നമ്മളറിയാം ഒരു സ്ഥലത്തോട്ട് പോകുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ സംസാരിക്കുക പോലും ഇല്ല. ഇവരൊക്കെയാണ് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ഒരു ബസ്സിൽ പോവുകയാണെങ്കിലോ ഷുവർ അല്ല ഇല്ല. ചെറിയ തണുപ്പുള്ള കാലാവസ്ഥയിൽ നേപ്പാളിലെ തനത് മസാലകൾ ചേർത്ത കട്ടൻ ചായയ്ക്ക് പ്രത്യേക രുചിയുണ്ടായിരുന്നു. ഞങ്ങളിരിക്കുന്ന ചായക്കടയിലേക്ക് മുൻ MP-യും എത്തിച്ചേർന്നിരിക്കുന്നു. चिया अब खाना थियो पर्दैन क्या थियो राख्नु त मेरो फादर रामसँग लिएर जानु अनि ചപ്പാങ് ഗോത്രത്തിനു വേണ്ടി CST സഭ അംഗങ്ങൾ ഒരു സ്കൂൾ തുടങ്ങണമെന്ന വിനീതമായ ആവശ്യം മുൻ MP കൂടിയായ ഗോവിന്ദ ചപ്പാങ് പിതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു.
त्यो हामीले चाहिँ एउटा फादरजी है अब अब बुझ्नुहुन्छ हामी एउटा स्कुल चाहिँ र लिटिल फ्लावर जस्तो स्कुल हामी चलाइरहेको छौँ यतापट्टि होइन പുള്ളി പറയുന്നുണ്ടല്ലോ നമ്മുടെ സ്കൂൾ തന്നെ കാണുക ഇവർക്ക് വലിയ ആഗ്രഹമാണ് നമ്മുടെ സ്കൂൾ പോലത്തെ സ്കൂളുകൾ ഇവിടെ ഉണ്ടാക്കണം. हामीसँग 10 बिघा जमिन पनि छ 10 बिघा जमिन छ हामीसँग मास्टर सबै छ विद्यार्थी लगभग 1400 जना विद्यार्थी छ होइन त्यति ഇവർക്ക് ഒരു 10-15 ഏക്കർ സ്ഥലമുണ്ട് അങ്ങനെ സ്കൂൾ നടത്താൻ. പക്ഷേ സ്കൂൾ നടത്താൻ അറിയാവുന്ന കാര്യമില്ല, ഹെൽപ്പ് ചെയ്യാൻ അറിയില്ല. അതിലിപ്പോൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കും. अच्छा പിള്ളേർ കൊണ്ടുതരാന്ന് പറയുന്നത്. अनि हामीसँग त्यो स्रोत पनि प्रशस्त छ क्या हामीसँग. अनि मैले फादरजीलाई रोमी फादरलाई मैले हेर्न आउनु भनेको छु तर उहाँ भ्याउनु भएको छैन होइन. उहाँ कहिले उता कहिले यता भयो. പുള്ളി പറയുന്നത് എല്ലാം ഉണ്ട്, ഞങ്ങൾ എന്നിട്ട് എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ട് ഞാനിതുവരെ പോയില്ല. एकदम बेस्ट. उहाँलाई फादरजी है मैले यति त्यो चाँडै हेर्न आउनु भनेर मैले गरेको तर उहाँ व्यस्त हुनुहुन्छ त्यही भएर मैले उहाँलाई ल्याउन सकेन. म सरी. എല്ലാ പ്രാവശ്യം വിളിക്കും, കൊണ്ടുപോകാൻ വേണ്ടി വിളിക്കും. അപ്പോൾ ഒരു ദിവസം ഇവിടെ ഒരു നാളെ വേറെ സ്ഥലത്തായിരിക്കും, അതുകൊണ്ട് ആളെ കിട്ടിയെന്ന് പറയുന്നത്. तर मैले एकदम टाइम दिएको. म एक दिन त उहाँलाई त के पनि भनेको थिएँ भने फादर रोबी र के अरे विपिन फादर र उहाँलाई मैले एक दिन चाहिँ त्यो माधव नेपाल र उसको कार्यक्रम थियो त्यहाँनिर भेटाउँछु भनेको थिएँ तर उहाँको फुर्सदै छैन. उहाँ इन्डिया गयो अनि त्यहाँबाट പലരും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അവരെ കാണണം ഇവരെ കാണണം എന്ന് പറഞ്ഞു നമ്മളിതിനകത്ത് പോകാറില്ല, സമയം കിട്ടില്ല. तर फादरजी एकदमै बेस्ट मान्छे उहाँ. വിദ്യാഭ്യാസ മേഖലകളിൽ നേപ്പാളിലെ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ആ മുൻ MP-യുടെ വാക്കുകളിൽ നിഴലിച്ചു നിന്നിരുന്നു. उचालेको होइन होइन फादरजी उहाँलाई म ल ल ल हस् ल हस् फादरजी. नानी चियाको हिसाब गर्दै नि त. യാത്ര പറഞ്ഞ് പിരിയാൻ നേരവും ഗോവിന്ദ ചപ്പാങ്ങിന് പറയാനുണ്ടായിരുന്നത് ഒരു സ്കൂൾ വേണമെന്ന് തന്നെയായിരുന്നു. പരിവാർ കോട്ടിലെ തനത് മസാലകൾ ചേർത്ത് മനോഹരമായ കട്ടൻ ചായ തന്ന കുടുംബത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മലയിറക്കം ആരംഭിച്ചു. നേപ്പാളിലെ മിഷൻ മേഖലകളിലെ കർമ്മപഥങ്ങളിലേക്ക് ഇറങ്ങിവന്ന അഭിവന്യ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവിന് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടും ശാലോമിൻ്റെ മിഷൻ യാത്രയിൽ ഇടയൻ കാത്തുവെച്ച മധുരമുണ്ണാൻ ഇടവന്നതിനെ ഓർത്തുകൊണ്ടും മിഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും അൽമായർക്കും കർത്താവിൻ്റെ കരുതുന്ന കരങ്ങൾ എന്നും കൂട്ടിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു.